നമസ്കാരം. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആദ്യം സഹകരണ ബാങ്കുകൾ വഴിയായിരുന്നു പെൻഷൻ നേരിട്ട് വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന് കാരണം എന്തെന്ന് വെച്ചാൽ സർക്കാർ പറയുന്നത് അനുസരിച്ച് ഇത് പെൻഷനിൽ പല തട്ടിപ്പും നടക്കുന്നുണ്ട്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടി, സുതാര്യമാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. വിശദമായ അറിയിപ്പിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതായത് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള വിതരണമായിരുന്നു. അതായത് നിലവിൽ സഹകരണ ബാങ്കുകൾ മുഖേന ഏജന്റുമാർ വീടുകളിലെത്തി നേരിട്ട് പെൻഷൻ കൈമാറുന്ന ഡയറക്റ്റ് ടു ഹോം എന്നൊരു രീതി സർക്കാർ നിർത്തലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പകരം എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ട് തുക ലഭിക്കുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT സംവിധാനം നടപ്പിലാക്കും. ഇങ്ങനെയുള്ളതിൽ കുറേ ഇളവുകൾ സർക്കാർ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. അതായത് ഈ മാറ്റം എല്ലാവർക്കും ഉടൻ ബാധകമാകില്ല. അതായത് കിടപ്പ് രോഗികൾക്കും ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും സർക്കാർ ഇളവുകൾ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഗുണഭോക്താക്കൾ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അക്കൗണ്ട് ഇല്ലാത്തവർ പുതിയതായി തുടങ്ങുകയും അതിൻ്റെ വിവരങ്ങൾ പഞ്ചായത്തോ വാർഡ് മെമ്പറെയോ ആവശ്യപ്പെടുമ്പോൾ നൽകുകയും വേണം. ഇനി സർക്കാർ ഘട്ടം ഘട്ടമായാണ് ഇത് നടപ്പിലാക്കുന്നത്. ഔദ്യോഗിക അറിയിപ്പുകൾ വരുന്നതുവരെ ഗുണഭോക്താക്കൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും എല്ലാവിധ അപ്ഡേഷനും നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടാതെ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഈ അടുത്ത് പ്രാബല്യത്തിൽ വരുമെന്നല്ല, പക്ഷേ ഇങ്ങനെ ഒരു കാര്യം സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക.